ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചൈനീസ് പൊറോട്ടയാണ്. ഇത് ഒരുപാട് ലെയറുകളുള്ള വീശിയടിക്കാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പൊറോട്ടയാണ്. മൈദാമാവ്, ഉപ്പ്, പഞ്ചസാര, വെജിറ്റബിൾ ഓയിൽ, പാല്. നമുക്ക് പൊറോട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഇതിനായി 6 കപ്പ് മൈദാമാവ് ഒരു പാത്രത്തിലെടുക്കുക. ഇതിൻ്റെ വെയിറ്റ് ഏകദേശം 1 കിലോ കാണും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇളം ചൂടുള്ള പാല് ഇതിലേക്ക് ചേർത്ത് മാവ് നമുക്ക് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് പാലിന് പകരം മാവ് വെള്ളത്തിൽ വേണമെങ്കിലും കുഴച്ചെടുക്കാവുന്നതാണ്. ഇത് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ചേർത്ത് ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. പാല് ചേർത്ത് കുഴയ്ക്കുമ്പോൾ പൊറോട്ട കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടും. അതുപോലെ തന്നെ മാവിൽ 1 മുട്ട കൂടി ചേർത്ത് കുഴച്ചാലും പൊറോട്ട കൂടുതൽ സോഫ്റ്റായി കിട്ടും. പാൽ അല്പാൽപമായി ഒഴിച്ച് കുഴച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. നന്നായി കുഴച്ച് മാവ് നല്ല സ്മൂത്താക്കി എടുക്കുക. മാവിൻ്റെ മുകളിൽ അല്പം ഓയിൽ തടവി കൊടുക്കുക. നനഞ്ഞ കിച്ചൺ ടവൽ മാവിൻ്റെ മുകളിലിട്ട ശേഷം 2 മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 2 മണിക്കൂറിന് ശേഷം മാവ് വീണ്ടും എടുത്ത് 5 മിനിറ്റ് ഇതുപോലെ നന്നായി കുഴയ്ക്കുക. എന്നിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. ഒരു കത്തി ഉപയോഗിച്ച് മാവിനെ ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഓരോ പീസും എടുത്ത് ഇതുപോലെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഉരുട്ടി വയ്ക്കുക. എനിക്ക് 14 റോൾ 1 കിലോ മാവിൽ നിന്ന് കിട്ടി. റോള് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ മുകളിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നനഞ്ഞ കിച്ചൺ ടവൽ കൊണ്ട് മൂടി വീണ്ടും 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാവ് ഒന്നും കൂടി സോഫ്റ്റായി കിട്ടി. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത ഒരു ട്രേയുടെ മുകളിൽ വെച്ചാണ് പരത്തിയെടുക്കുന്നത്. ചപ്പാത്തി മാവ് പരത്തുന്നത് പോലെ നന്നായി പരത്തിയെടുക്കുക. പരമാവധി റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുക്കാൻ നോക്കുക. നിങ്ങൾ കൗണ്ടർ ടോപ്പിലാണ് പരത്തുന്നതെങ്കിൽ മാവിന് മാക്സിമം ലെങ്തിൽ പരത്താൻ നോക്കുക. മാവിൻ്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് പൊറോട്ടയുടെ ലെയറും കൂടി വരും. പരത്തിയ മാവിൻ്റെ മുകളിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരു കത്തി ഉപയോഗിച്ച് മാവിനെ വരഞ്ഞെടുക്കാം. മാക്സിമം അടുപ്പിച്ച് വരഞ്ഞെടുക്കാൻ നോക്കണം. മാവ് മുഴുവൻ വരഞ്ഞതിന് ശേഷം ഇതുപോലെ കത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈകൊണ്ടോ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. 2 സൈഡിൽ നിന്നും ഇതുപോലെ സെൻറ്ററിലേക്ക് എല്ലാ ലെയറുകളും കൊണ്ടുവരിക. ഇനി മാവിൻ്റെ അറ്റത്ത് പിടിച്ച് ചെറുതായി സ്ട്രെച്ച് ചെയ്തതിന് ശേഷം റോൾ ചെയ്തെടുക്കാം. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ബലം കൊടുക്കരുത്, ലെയർ പൊട്ടിപ്പോകും. 2 സൈഡിൽ നിന്നും റോൾ ചെയ്ത് ഇതുപോലെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓയിൽ ബ്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക.
ബാക്കിയുള്ള എല്ലാ റോളുകളും ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. അതിനു മുമ്പ് കൈകൊണ്ട് പൊറോട്ട ചെറുതായി പരത്തി കൊടുക്കുക. നിങ്ങൾക്ക് സാധാരണ പൊറോട്ടയുടെ സൈസിൽ വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം. ഓയിൽ ഗ്രീസ് ചെയ്ത പാനിലേക്ക് പൊറോട്ട ഓരോന്നായി വെച്ചു കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ പൊറോട്ട കുക്ക് ചെയ്തെടുക്കാം. സാധാരണ പൊറോട്ട ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിന് നല്ല കട്ടി ഉണ്ടായതുകൊണ്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഉള്ളു നന്നായി വെന്ത് കിട്ടില്ല. തിരിച്ചും മറിച്ചുമിട്ട് രണ്ട് സൈഡും നന്നായി മുരിച്ചെടുക്കുക. പൊറോട്ട ഡ്രൈ ആയി തോന്നുന്നെങ്കിൽ ഇടയ്ക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. പൊറോട്ടയുടെ ഇരുവശവും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സാധാരണ പൊറോട്ടയ്ക്ക് ചെയ്യുന്നത് പോലെ പൊറോട്ട ചൂടോടെ കൈകൊണ്ട് അടിച്ചെടുക്കാം. ഒരുപാട് ലെയറുകളുള്ള നല്ല സോഫ്റ്റ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലെയറുകളുള്ള പൊറോട്ട എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണിത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.